ഒന്നുമല്ല. മുസ്ലിം എന്ന ഇല്ലാത്ത ശത്രുവിനോടുള്ള നിങ്ങളുടെ ഈ വെറുപ്പിന്റെ പേരിൽ വരാൻ പോകുന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം നിങ്ങൾ കേരളത്തിൽ ഹിന്ദു രാഷ്ട്രീയം വരാനായിട്ട് വോട്ട് ചെയ്താൽ ഒട്ടും സംശയം വേണ്ട, 2026 ക്രിസ്തുമസ് നിങ്ങൾ വീട്ടിലിരുന്ന് അടച്ചിട്ടിരുന്ന് ആഘോഷിക്കേണ്ടി വരും. പോവാൻ പള്ളി ഉണ്ടാവില്ല. ഞാനിത് പറയുന്നത് ഒട്ടും എക്സാജറേഷൻ അല്ല, അല്ലെങ്കിൽ അതിശയോക്തിയല്ല. കേരളത്തിൽ ഇന്ന് സുഖമായിട്ട് യാത്ര ചെയ്യാനും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നമ്മുടെ കന്യാസ്ത്രീകൾക്ക് പിന്നീട് കേരളത്തിലെ ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങണമെങ്കിൽ ഇപ്പോഴാ ഛത്തീസ്ഗഡിൽ നേരിട്ടതുപോലെയുള്ള ആൾക്കൂട്ട വിചാരണ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഗുണ്ടകളുടെ വിചാരണ നേരിടേണ്ടി വരും. ഇപ്പൊ ചില യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും മാത്രം ഇരുന്ന് നിങ്ങൾക്കെതിരെ, ഈ ക്രിസ്ത്യാനികൾക്കെതിരെ, മതമാറ്റത്തിനെതിരെ എല്ലാം ഉറഞ്ഞു തുള്ളുന്ന ചില സംഖ്യക്കുഞ്ഞുങ്ങളുണ്ട്. അവര് ശൂലവും കുന്തവും അതുപോലെ കുടച്ചക്രവും ഈ കാവിപ്പൊടിയൊക്കെ ആയിട്ട് നിങ്ങളുടെ മേൽ ചാടി വീഴും. അന്ന് സഹായിക്കാനായിട്ട് ഇന്നുള്ളതുപോലെ MP-മാരോ MLA-മാരോ അല്ലെങ്കിൽ ഈ രാജീവ് ചന്ദ്രശേഖരനോ ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ? അന്ന് നിങ്ങളുടെ വോട്ടിന്റെ ബലത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ കസേര കയറിയിരിക്കുന്നത് ഏതെങ്കിലും ശശികലയോ TG മോഹൻദാസോ പ്രതീഷ് വിശ്വനാഥനോ ഒക്കെ ആയിരിക്കും. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതിന്റെ കൂടെ മുസ്ലിമുകൾ അന്നും ഇവിടെ തന്നെ ഉണ്ടാവും. അവർക്ക് ഓടിപ്പോകാൻ വേറെ സ്ഥലമില്ല, അവർക്ക് പോകാനും സാധിക്കും. കാരണം എന്താ അറിയോ? അവര് 6-ാം നൂറ്റാണ്ട് മുതൽ ഈ തീയിൽ കുരുത്ത്, തീയിൽ ചവിട്ടി, തീയിൽ വളർന്നൊക്കെ തന്നെയാണ് ഇവിടം വരെ എത്തിയത്. ഇന്നും നിങ്ങൾ പല രാജ്യങ്ങളിലും നോക്കിക്കോളൂ, മുസ്ലിമുകൾക്കെതിരെ ആക്രമണം. അവരെല്ലാം പിടിച്ചു. പലസ്തീനിലെ മുസ്ലിമുകൾക്ക് എന്ത് സംഭവിച്ചു? ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾ എന്തായി എന്നുള്ളതിന് ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. Skip my friend, skip me, no share, no donation, no like, no comment, no explore. Barakallah feekum. Bismillahir Rahmanir Rahim. Subhana rabbika rabbil izzati amma yasifun. وسلام على المرسلين والحمد لله رب العالمين صدق الله العظيم بارك الله فيكم my friend. ആമീൻ. പറഞ്ഞു കേട്ടില്ലേ? നിങ്ങളെ കമന്റ് വേണ്ട, നിങ്ങളെ ഷെയർ വേണ്ട, നിങ്ങളെ ഡൊണേഷൻ വേണ്ട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവിനാണ് സർവ്വസ്തുതിയും. ഇത് പറയാൻ കഴിയണമെങ്കിൽ ഈമാൻ എന്ന ആ ശക്തി ഒരു മനുഷ്യന് വേണം.